നാളെ നമ്മൾ മരിച്ചു പോകുവാണെങ്കിൽ നമ്മൾ എന്ത് തീവ്രതയിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇന്ന് ചെയ്യും എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. പല പ്രശ്നങ്ങളും നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും. നമുക്ക് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മാറി നിൽക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. നാളെ നമ്മൾ മരിച്ചു പോകും. അപ്പോൾ നമ്മൾ എന്ത് ഫാസ്റ്റ് ആവും നമ്മുടെ ജീവിതത്തിൽ. നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം ഇന്ന് നിറവേറ്റും. അപ്പം ഹിന്ദിയിലൊരു വാക്കുണ്ട്, ആജ് കരേ തോ അബ് കരേ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ചെയ്യണം. അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അപ്പം നമ്മൾ എപ്പോഴും ഒരുപാട് കാര്യങ്ങൾ മാറ്റി വയ്ക്കുന്നുണ്ട്. നാളെ 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 നമുക്ക് സമയമുണ്ടല്ലോ എന്ന് വെച്ച്. അങ്ങനെ അല്ലാതെ തന്നെ ഇന്ന് ഇപ്പോൾ നടത്തുന്ന ആൾക്കാരും ഉണ്ട്. അങ്ങനെ നമ്മൾ എന്ത് കാര്യങ്ങളാണെങ്കിലും ഇപ്പോൾ നടത്തുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ സക്സസ്ഫുള്ളായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും വിചാരിക്കുക നാളെ നമുക്ക് ജീവിതം കൊണ്ടുവന്ന് ഇന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ നാളെ ഉറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മരണത്തിന് തുല്യമായിട്ടുള്ള ഉറക്കമാണ് പലരും. ഞാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരു ബോധമില്ലാതെ ഉറങ്ങുന്നത്. കാരണം അത്രയ്ക്ക് പെർഫെക്റ്റ് ആണ് എൻ്റെ ഉറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് അത്ര ഇഷ്ടമാണ് ഉറക്കം. അപ്പോൾ ഞാൻ ഉറക്കം വന്നു കഴിഞ്ഞാൽ ഒന്നും അതിനകത്ത് സ്വപ്നം കാണുന്ന അല്ലാതെ വേറൊരു കാര്യത്തിലും അത്രയ്ക്ക് ഡീപ്പിലാണ് ഉറങ്ങുന്നത്. അപ്പോൾ ആ ഒരു റേഞ്ചിൽ നമ്മൾ ഉറക്കം ഒരു മരണത്തിൻ്റെ തുല്യമാണ്. അപ്പം നാളെ എണ്ണിക്കുമോ എന്ന് പോലും നമുക്ക് അറിയത്തില്ല. അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റ് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ എന്നും നമ്മൾ ഫാസ്റ്റ് ആയിരിക്കണം. ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്യുക. നാളെ ഇല്ല എന്നുള്ളവർക്ക് നാളെ നമ്മൾ എണ്ണിച്ചാൽ മാത്രമേ നാളെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്ത് കാര്യങ്ങളാണെങ്കിലും നമ്മൾ ഇന്ന് ചെയ്യാൻ നോക്കുക.